ചുട്ടുപൊള്ളുകയാണ് കേരളം. ഉഷ്ണതരംഗ സാധ്യതയുള്ള പാലക്കാട്, തൃശ്ശൂര്, കൊല്ലത്തൊക്കെ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താപനില കൂടാൻ തന്നെയാണ് സാധ്യത. സ്വാന്തനയിലേക്കാണ്. സ്വാന്തന, സംസ്ഥാനത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് അറിയേണ്ടത്. പലയിടത്തും ചുട്ടുപൊള്ളുകയാണ്. മലയാളിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ചൂടാണ്. രാത്രിയൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ സ്വാന്തന? എവിടെയൊക്കെ ശ്രദ്ധിക്കണം? ആഷിയാസ്, റോഷ്നി, സംസ്ഥാനം ഏറ്റവും ചൂട് കൂടിയ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ യെല്ലോ അലേർട്ടാണ് പലയിടങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. 3 ജില്ലകളിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. കുറച്ചുകൂടി ജാഗ്രത വേണം എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഈ 3 ജില്ലയിലുമാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒരു ഓറഞ്ച് അലേർട്ട് എന്നതിനപ്പുറത്തേക്ക് ഈ 3 ജില്ലകളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ 3 ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും 40-അടുത്തും അതുപോലെ തന്നെ 40-ന് മുകളിൽ, പാലക്കാടൊക്കെ 40-ന് മുകളിൽ താപനില രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് ഇപ്പോൾ റെക്കോർഡ് താപനില പാലക്കാട് രേഖപ്പെടുത്തിയത്. 40.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ഇത്തരത്തിൽ പലയിടങ്ങളിലും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി താപനിലയാണ് ആദ്യ ദിവസങ്ങളിലേക്ക്, ഈ വേനൽക്കാലം തുടങ്ങി ആദ്യ ദിവസങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പലയിടങ്ങളിലും 4 മുതൽ 5 ഡിഗ്രി വരെ അധിക താപനില പല ജില്ലകളിലും രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 3 ജില്ലകൾ മാത്രമല്ല, മറ്റ് ജില്ലകളുടെ കാര്യവും സമാന സ്ഥിതി തന്നെയാണ്. നിലവിലിപ്പോൾ ഈ താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടില്ലാത്തത് 2 ജില്ലകളിൽ മാത്രമാണ്. ഒന്ന് ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലുമാണ്. ഇപ്പോൾ ആളുകൾക്ക് ഈ ചൂട് കൊണ്ട് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഒരു മരണമടക്കം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. പലയിടങ്ങളിൽ നിന്നും സൂര്യതാപവും സൂര്യാഘാതവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നതിൽ നിന്ന് കർശനമായി തന്നെ എല്ലാവരും മാറി നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കുന്നത്. ആശ്വാസം എന്തെന്നാൽ വൈകുന്നേര സമയങ്ങളിൽ ചെറിയ ഒരു മഴയ്ക്ക് പലയിടങ്ങളിലും സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു വേനൽ മഴ വൈകുന്നേരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഈ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂട് കുറയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സമാനമായ രീതിയിൽ ഈ മലയോര മേഖലകളിലും ഇടനാടുകളിലും ഒക്കെ തന്നെയും മഴ ലഭിച്ചിരുന്നു. പക്ഷേ പകൽ സമയത്തെ ചൂട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ജാഗ്രത തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് എന്തായാലും നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.